പ്രൊഫസർ എ.ജി. ജോർജ്, ശശി തരൂർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ? കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ്, കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്ക് ഇതൊന്നും പ്രത്യേകിച്ച് മനസ്സിലാകാതെ പോകുന്നത്? ലാല്, ഇപ്പോൾ ഈ ശശി തരൂർ ഉന്നയിച്ചതായിട്ടുള്ള ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല എന്നതാണ് പരമമായ സത്യം. ഈ കുറേ നാളുകളായി ഡോക്ടർ ശശി തരൂർ ഇതുപോലെ ചില ഓലപ്പടക്കങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വൈകി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഏത് മാർഗത്തിലൂടെയും മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. അതിന് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളൊക്കെയാണ് പൊതുവേ മീഡിയയിൽ തിരക്ക് കുറഞ്ഞ ദിവസം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ സമയമൊക്കെ നോക്കിയാണ് ചില ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്തിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ 10-15 വർഷം മുൻപ് യാദർച്ഛികമായി വന്നുപെട്ട ഒരാൾ നടത്തുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളും ചില ഭീഷണികളുമൊന്നും ഒരു തരത്തിലും അതിനെ ബാധിക്കുകയില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ല. ഈ ഡോക്ടർ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഒരു നാൾ വഴി പരിശോധിക്കണം. ഡോക്ടർ ലാൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ. അദ്ദേഹം 15 വർഷം മുൻപ് എന്തായിരുന്നു, അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷങ്ങളായി അദ്ദേഹം നേടിയെടുത്തതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചത് ഏത് വഴിയിലൂടെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള വ്യക്തിത്വം കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് 4ാമതും തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഡോക്ടർ ലാലിനറിയാം, ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒറ്റ ഒരാൾ വിചാരിച്ചത് കൊണ്ടാണ് എനിക്ക് ധാരാളം വോട്ടുകൾ പാർട്ടിക്ക് പുറത്തു നിന്ന് ലഭിച്ചു. ലാലെ, ഒരു പരമമായ യാഥാർത്ഥ്യമല്ലേ, ഒരു പാർട്ടിയിലെയും വോട്ടുകൾ കൊണ്ടല്ല ഒരു സ്ഥാനാർത്ഥിയും ജയിക്കുന്നത്. അത് കോൺഗ്രസിൽ മാത്രമല്ല, CPM-ലും CPI-ലും മുസ്ലിം ലീഗിലും ഒന്നും ആ പാർട്ടിയിലുള്ള ആളുകളുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിയും ജയിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം എന്തൊരു കണ്ടുപിടുത്തമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു കാരിസ്മ, ആ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എനിക്കിത്ര വലിയ ജനപിന്തുണയുണ്ട്. നമുക്കറിയാമല്ലോ പ്രൊഫസർ എ.ജി. ജോർജ്, ഇപ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്താണ് മത്സരിച്ചത്. നമുക്കറിയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. അവിടെ ഏത് തരത്തിലുള്ളൊരു ഭീഷണിയാണ് കോൺഗ്രസ്സിനും അല്ലെങ്കിൽ ഒരു മതേതര വിഭാഗത്തിനൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ താങ്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ശശി തരൂർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് ഇത്തവണ ജയിച്ചിട്ടുള്ളത്, 4ാമതും ജയിച്ചു കയറിയത് എന്ന്. ശശി തരൂർ അത്രമാത്രം താങ്കൾ ഈ ഇകഴ്ത്തി പറയുന്നതിന് തക്കവണ്ണം ഒന്നുമല്ലാത്ത ഏതോ ഒരു ഏഴാങ്കൂലിയാണ് എന്നാണോ കോൺഗ്രസ് ഇതുവരെ കണക്കാക്കിയിരുന്നത്? ഡോക്ടർ ലാൽ ഉപയോഗിച്ച വാക്കുകളൊന്നും എൻ്റെ വാക്കുകളല്ല. ഞാൻ അദ്ദേഹത്തെ ഇകഴ്ത്താനായിട്ടുള്ള യോഗ്യതയുള്ള ആളല്ല. അദ്ദേഹത്തെ ഏഴാം കൂലിയെന്നോ 6ാം കൂലിയെന്നോ ഞാൻ വിളിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ 2 വാക്കുകളും ദയവായി എൻ്റെ നാവിൽ തിരുകരുത് എന്ന് ഡോക്ടർ ലാലിനോട് സ്നേഹം. ഇഷ്ടമുള്ള ഒരു കൂലി അവിടെ കൊടുത്തോളൂ. 7 വേണ്ട, 6 വേണ്ട, താങ്കൾ വേണേ 3ഓ 4ഓ. എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? ഞാൻ ഡോക്ടർ ശശി തരൂർ എന്ന വ്യക്തിയെ വല്ലാതെ ആദരിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇരുന്ന മേഖലകളിലെല്ലാം അദ്ദേഹത്തെയാണ് താങ്കൾ ഇപ്പോൾ അല്പം മുമ്പ് 15 കൊല്ലം മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചത്. ആണ്ടി എന്ന് താങ്കൾ താരതമ്യം ചെയ്തത് ആരെയാണ് സാർ? അതെ, ആണ്ടി എന്ന് ഞാനൊരു പ്രയോഗമാണ്. അതായത് ഞാനൊരു കേമനാണെന്ന് ഞാനല്ല പറയേണ്ടത് ലാലെ. അത് ലാലിന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ, പ്രേക്ഷകർക്ക് മനസ്സിലാകും. ലാലിന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അതായത് ഞാനൊരു പ്രമാണിയാണ്, ഞാനൊരു അനിവാര്യനാണ്, അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിയിൽ ശരിയായ നേതൃത്വം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയാതെ പറയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ താങ്കൾക്കറിയാം. ഇപ്പോൾ 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ശശി തരൂർ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു.
അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിലും താങ്കൾക്ക് തർക്കമുണ്ടാകേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക നിലയെക്കുറിച്ചും വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചുമൊക്കെ ഒരു ചർച്ച വന്നപ്പോൾ ശശി തരൂരിൻ്റെ നിലപാട് എന്തായിരുന്നു, പിണറായി ഗവൺമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ കേട്ടതാണ്. അത് ഉൾപ്പെടെ അടുത്ത ഒരു മൂന്നാം ഊഴത്തിലും പ്രതിപക്ഷത്തിരിക്കാൻ കോൺഗ്രസ്സിന് ശ്രമിക്കേണ്ടി വരും, അതിനുവേണ്ടി തയ്യാറാകേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നതിൽ ഒന്നുമില്ല എന്നെങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ളവരൊക്കെ കാണുന്നത്? ഡോക്ടർ ലാലെ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ 2 പ്രാവശ്യം പ്രതിപക്ഷത്തിൽ ഇരുന്നു പോയതുകൊണ്ട് ഒരു പാർട്ടി എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്ന് വനവാസത്തിലേക്ക് പോകണമെന്നൊന്നും കരുതരുത്. ഇപ്പോൾ അത് പണ്ടാണെങ്കിൽ ഞാൻ അങ്ങനെ കരുതില്ല സാർ. ഇപ്പോൾ നമുക്കറിയാം മറ്റു പലരും കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ കാത്തിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരു ഊഴം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ കേരളത്തിൽ അതെന്ത് അവസ്ഥയിലേക്ക് മാറുമെന്നുള്ളത് ഞാൻ താങ്കളോട് പറയണോ? താങ്കൾ ഇരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് പോലും വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. സ്വാഭാവികമായി അല്ല, താങ്കളൊരു സാങ്കല്പികമായിട്ട് ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് മൂന്നാം ഊഴം വരുമ്പോൾ ഈ സർക്കാർ തന്നെ തുടരുമെന്നൊക്കെ അങ്ങ് തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഒരു വിധി പ്രഖ്യാപനം നടത്തുകയാണ്. അതൊക്കെ വെറും ഞാൻ പറഞ്ഞതല്ല, ശശി തരൂർ. അതെ, ശശി തരൂരിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ശശി തരൂരിന് ഇത്രയും പ്രവാചക ദൃഷ്ടിയും ഇത്രയും വലിയ ക്രാന്തദർശിത്വവും ഒരു ജ്യോതിഷ പണ്ഡിതനേക്കാളും അത്യത്ഭുതകരമായിട്ട് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുമെന്നൊന്നും വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്ന് കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. അദ്ദേഹത്തെ ഒരു ഞാൻ 15 വർഷം മുമ്പ് എന്തായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അങ്ങേക്കറിയാം. കാരണം അദ്ദേഹത്തെ പോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത മറ്റൊരു കോൺഗ്രസ്സുകാരൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ KSUവിൽ പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച് പോലീസുകാരൻ്റെ ചവിട്ടും തൊഴിയും ഒക്കെ പറ്റിയ എത്രയോ നേതാക്കന്മാർക്ക് ലഭിക്കാത്തതായിട്ടുള്ള ഒരു പദവിയും സ്ഥാനമാനങ്ങളും അംഗീകാരവുമാണ് ഇദ്ദേഹം അമേരിക്കയിൽ UN സെക്രട്ടറി ജനറലായി മത്സരിച്ച് തോറ്റതിന് ശേഷം അമേരിക്ക വിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ കടുത്ത വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും KSUക്കാരെ തിരുവനന്തപുരത്ത് പിടിച്ച് നിർത്താത്തത് എന്താണ്? അതാണ് കോൺഗ്രസിൻ്റെ അന്തസ്സ്, അതാണ് കോൺഗ്രസിൻ്റെ മാന്യത. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ 2 കൈയും നീട്ടി സ്വീകരിച്ച് ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെയുള്ള സീനിയർ നേതാക്കളാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അംഗീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വിശ്വപൗരനാണ് എന്ന ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടി തന്നെയാണ് ആ ഒരു മുതൽക്കൂട്ടാകാവുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോഴെന്ത് മാറ്റമാണ് ഉണ്ടായത്? അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ 3-ാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെയാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത്. അതിനെ മറികടക്കാൻ ഒരു വഴിയുണ്ട്. അത് ഈ പറയുന്ന സ്വതന്ത്ര സംഘടനകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സർവേകളിലൊക്കെ കണ്ടതുപോലെ തരൂരിനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മത്സരത്തിനിറങ്ങുക എന്ന ഒരു വഴി കൂടിയുണ്ട്. അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ അതാണ് രണ്ടാമത്തെ വിഷയം. അദ്ദേഹത്തിൻ്റെ ഭീഷണിയിലുണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ചലനവും ഉണ്ടാകില്ല. ഇപ്പോൾ 3-ാം ഊഴം ഈ പറയുന്ന പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാലും അത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമായി മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ശശി തരൂർ പറയുന്ന നേതൃദാരിദ്ര്യം നികത്താനായി അദ്ദേഹത്തെ ഇവിടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയം ആകെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും കോൺഗ്രസിലുള്ള ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ഡോക്ടർ ലാൽ വിചാരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം.